കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലി നേർന്ന സിനിമാ ലോകം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ക്രമീകരിച്ച പൊതുദർശന ചടങ്ങിൽ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. രാവിലെ 9 മുതൽ 12 വരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. വൈകിട്ട് 4 മണിയോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. കവിയൂർ പൊന്നമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് നിരവധി പേരാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയത്. നടൻ കുഞ്ചാക്കോ ബോബൻ, ദിലീപ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ തുടങ്ങിയവർ ആശുപത്രിയിൽ ക്രമീകരിച്ച പൊതുദർശന ചടങ്ങിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നമ്മളുടെ സിനിമാ കാഴ്ചയുടെ ഒരു പാരമ്പര്യത്തിലെ ഒരു അമ്മയുടെ ആർക്കിടൈപ്പ് എന്ന് വിളിക്കാവുന്ന കവിയൂർ പൊന്നമ്മ ചേച്ചി നമ്മളെ വിട്ട് പോയിരിക്കുകയാണ്. ഏതാണ്ട് പതിറ്റാണ്ട് കാലത്തോളം, അത് നൂറ്റാണ്ടോളം മലയാളിയുടെ അമ്മയായി മാറിയ ആളാണ് കവിയൂർ പൊന്നമ്മ ചേച്ചി. ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്ത ഒരു അഭിനേത്രിയാണ്. എന്നോടൊപ്പം ആദ്യമായിട്ട് പൊന്നമ്മ ചേച്ചി അഭിനയിക്കുന്നത് തനിയാവർത്തകത്തിലാണ്. അതിന് മമ്മൂട്ടിയുടെ അമ്മ കഥാപാത്രത്തെയാണ്. അതിൻ്റെ അവസാന രംഗങ്ങളൊക്കെ ഇന്നും മലയാളികളുടെ ഉള്ളിൽ വലിയ വിങ്ങലായിട്ടുണ്ട്. അമ്മ മകനെ ചോറൂട്ടി യാത്ര അയക്കുന്ന രംഗം. പിന്നീട് പൊന്നമ്മ ചേച്ചി എന്നോടൊപ്പം എൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചത് കിരീടത്തിലാണ്. അതിൽ മോഹൻലാലും പൊന്നമ്മ ചേച്ചിയും അമ്മയും മകനുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ പിന്നീട് അനവധിയായ എൻ്റെ സിനിമകളിൽ ഭരതത്തിലായാലും ധനത്തിലായാലും ദശരഥത്തിലും ഇസാനസ് അബ്ദുള്ളയിലും മായാമയൂരത്തിലും ഒക്കെ ഒരുപാട് സിനിമകളിൽ ഇതേ കോമ്പിനേഷനിൽ അമ്മയും മകനുമായിട്ട് പൊന്നമ്മ ചേച്ചിയും ലാലും അഭിനയിച്ച നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഏറ്റവും ആഴത്തിൽ പതിഞ്ഞ കഥയും കഥാപാത്രങ്ങളും നമുക്ക് സമ്മാനിച്ച സിനിമകളാണത്. മലയാളികളുടെ ആ രൂപത്തെ ആണ് ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. 9 മണി മുതൽ കളമശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പൊതുദർശനം നടക്കും. തുടർന്ന് ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. കൈരളി ന്യൂസ്, കൊച്ചി.